തലശ്ശേരി ജൂബിലി മത്സ്യ മാർക്കറ്റിലെ ചോർച്ചയും മഴക്കാല ദുരിതങ്ങളും ഏറി. കനത്ത മഴ കൂടി വന്നതോടെ ഇവിടത്തെ ദുരിതങ്ങൾ വർദ്ധിച്ചു. ഇവിടെയുള്ള മത്സ്യ വിൽപ്പനക്കാരും വാങ്ങാനെത്തുന്നവരും ഒരുപോലെ കഷ്ടത്തിലാണിപ്പോൾ. പരാതി മുറുകിയപ്പോൾ നഗരഭരണാധികളും ഹെൽത്ത് വിഭാഗവും സ്ഥലത്ത് പരിശോധനയ്ക്കെത്തി. മത്സ്യം വിൽക്കുന്ന സ്റ്റാളിനും മുന്നിലും പിറകിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് കാരണം വ്യാപാരം വളരെ കുറഞ്ഞു. പരാതികൾ ഉയർന്നപ്പോൾ 13 ലക്ഷം ചിലവഴിച്ച് കഴിഞ്ഞ വർഷം ഡ്രെയിനേജ് നവീകരിക്കുകയും നിലത്ത് ടൈൽസ് പാകുകയും ചെയ്തിരുന്നു. എന്നാൽ സാങ്കേതിക പിഴവ് കാരണം മലിനജലം ഓവുചാലിലേക്ക് ഒഴുകിപ്പോകുന്നില്ല. മാർക്കറ്റിലെ ഇലക്ട്രിക് വർക്കുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ അപകടാവസ്ഥയിലുമാണ്. ചൊവ്വാഴ്ച നഗരസഭാ ഉപാധ്യക്ഷൻ വി സതി, വാർഡ് കൗൺസിലർ ഷഹനാസ് മൻസൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അഷ്റഫ്, COT ഷബീർ, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരാണ് മാർക്കറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പ്രശ്നം ഏറെ ഗൗരവമുള്ളതാണെന്നും ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരത്തിന് നഗരഭരണസമിതിയും ചെയർമാനും കൗൺസിലർമാരും അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുക്കണമെന്നും വൈസ് ചെയർപേഴ്സൺ വി സതി പറഞ്ഞു. തീർച്ചയായും മത്സ്യ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ നല്ല വൃത്തിയിലും വെടിപ്പിലും നമുക്ക് ഈ മാർക്കറ്റ് സംവിധാനം മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇവിടെയുള്ള തൊഴിലാളികളും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില വിഷയങ്ങൾ, അത് മാർക്കറ്റിനകത്തുള്ള ഇലക്ട്രീഷ്യൻ ഉൾപ്പെടെയുള്ള മറ്റ് കുറച്ച് മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും നഗരസഭ ഇന്നിവിടെ സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടിയന്തരമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നഗരസഭ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യവസ്തുക്കൾ നല്ല വൃത്തിയോടും വെടിപ്പോടുകൂടി ജനങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ആ നിലയിൽ നമുക്ക് നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നഗരസഭ തയ്യാറാവും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. തലശ്ശേരി പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യ മാർക്കറ്റിലെ ശോചനീയാവസ്ഥ കാരണം ഇവിടത്തെ മത്സ്യക്കച്ചവടത്തിൽ വൻ ഇടിവുണ്ടായതായി മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മത്സ്യത്തൊഴിലാളിയുമായ പാലക്കൽ സാഹിർ പറഞ്ഞു. നേരത്തെ ഉള്ളതിന്റെ 25% പോലും കച്ചവടം ഇന്നില്ല. ആ അവസ്ഥയുള്ളത്. അതുകൊണ്ട് തൊഴിലാളികൾ കൊഴിഞ്ഞു പോവുകയോ തൊഴിലാളി രോഗികളായി മാറുക. തൊഴിലാളികൾ പലപ്പോഴും കിഡ്നി രോഗികളും മറ്റുള്ള രോഗികളുമായി മാറുന്ന ഒരവസ്ഥയാണ്. അത്രയും ബിൽഡിംഗ് ഉള്ളത്. പക്ഷെ ബിൽഡിംഗ് എടുത്തതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ബിൽഡിങ്ങിന്റെ ശോചനീയാവസ്ഥ എടുക്കുമ്പോഴുണ്ടായ വലിയൊരു ഫണ്ട്, ഇപ്പൊ മുകളിൽ നിങ്ങൾ കണ്ടു 2 നില ഫ്രീ ആയി കിടക്കുന്നു. ആ ഫ്രീ ആയി കിടക്കുന്ന നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ മതി. പക്ഷെ അതുപോലും ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തി, അതുപോലെ ഇറച്ചി സ്റ്റാൾ ഉപയോഗം ശൂന്യമായി കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് മുനിസിപ്പാലിറ്റിയുടേതായ സംവിധാനം ഉപയോഗപ്പെടുത്തി സർക്കാരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ജോലിന്റെ അനാസ്ഥയാണ്. 13 ലക്ഷം രൂപ ഇവിടെ പാസ്സായിട്ട് എടുത്ത ജോലിന്റെ അനാസ്ഥയാണ് അവിടെ ഡ്രെയിനേജ് പോകുന്നതിനുള്ളൊരു കംപ്ലൈന്റ് ഇപ്പോൾ കണ്ടത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.